2020 മാർച്ച് മാസത്തിൽ നടന്ന +1 എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്കോറുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ വർഷത്തെ എക്സാമിനേഷനിൽ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തിൽ തുടർച്ചയായിട്ട് നടക്കേണ്ട എക്സാമുകളിൽ എക്കണോമിക്സ് കോവിഡ് പശ്ചാത്തലത്തിൽ മാറ്റിവെക്കപ്പെടുകയും ഏകദേശം 2 മാസം കഴിഞ്ഞാണ് പിന്നീട് എക്കണോമിക്സ് എക്സാമിനേഷൻ നടക്കുന്നത്. ആ ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂം ആരംഭിക്കുന്നതും അതിലൂടെ +1 പാഠഭാഗങ്ങൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തത്. തീർച്ചയായിട്ടും റിസൾട്ട് അറിഞ്ഞപ്പോൾ ഒരുപാട് പേര് അവരുടെ മാർക്കുകളും അവർക്ക് കിട്ടിയ ഗ്രേഡിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് അറിയിപ്പുകൾ നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ നൽകുകയുണ്ടായി. ഫുൾ സ്കോർ കരസ്ഥമാക്കിയ കുറേ വിദ്യാർത്ഥികളുണ്ട്, വളരെ മിടുക്കർ. അവർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ A+ ഗ്രേഡുകളും അതുപോലെ A ഗ്രേഡുകളിലേക്കും മെച്ചപ്പെട്ട സ്കോറുകളിലൊക്കെ വാങ്ങിയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരെ എല്ലാവരെയും നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂം അഭിനന്ദിക്കുകയാണ്. എന്നാൽ അതേപോലെ തുടർച്ചയായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വീണു. പിന്നീട് ഒരു പരീക്ഷയിലേക്ക് കടന്നു ചെന്നപ്പോൾ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിട്ട ചില വിദ്യാർത്ഥികളുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. കുറച്ച് ആളുകൾ എഴുതി, പക്ഷേ വളരെ മെച്ചപ്പെട്ട സ്കോറുകൾ ലഭിച്ചില്ല. അവരുദ്ദേശിക്കുന്ന അത്രമാത്രം സ്കോറുകൾ അവർക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട്. അത്തരം വിദ്യാർത്ഥികളെ കൂടി നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂം ചേർത്ത് പിടിക്കുകയാണ്. എല്ലാവരോടും കൂടിയായിട്ട് ചെറിയ കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. ഒന്ന്, ഉയർന്ന ഗ്രേഡുകൾ കിട്ടിയവർ, ഫുൾ സ്കോർ നേടിയവർ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക. അവർ നിങ്ങളുടെ +2 എക്കണോമിക്സ് പഠനം ആരംഭിച്ചിട്ടുണ്ട്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് അത് പഠിച്ച് +2വിലും ആ ഉയർന്ന സ്കോർ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഈ ഉയർന്ന ഗ്രേഡുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോയ ചില വിദ്യാർത്ഥികളുണ്ട്. അവർ പ്രതീക്ഷിച്ചിരുന്നു അത്രയും സ്കോർ ലഭിക്കുമെന്ന്. അത്തരക്കാർക്ക് റീവാലുവേഷൻ ഓപ്ഷനുണ്ട്. ഇനി അതുമല്ല, ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ചാൻസ്, പതിവ് പോലെ നടക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷനുണ്ട്. അത് വരുന്ന സമയം, ഇതുവരെ നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ല, അത് വരുന്ന സമയം അതുകൂടി എഴുതി അവർ ആ ഗ്രേഡ് മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത്, പരീക്ഷ എഴുതാൻ കഴിയാതെ പോയ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരീക്ഷ എഴുതാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികളും അതുപോലെ പരീക്ഷ എഴുതി മെച്ചപ്പെട്ട സ്കോർ നേടാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ആ ചാൻസ് ഉപയോഗപ്പെടുത്തണം. ആ ചാൻസ് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയും പഠിച്ച ആ +1 പാഠഭാഗങ്ങൾ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുവരെയും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, എന്നിരുന്നാലും ഉടനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെയാവുമ്പോൾ എക്കണോമിക്സിൽ താഴ്ന്ന സ്കോറുകൾ നേടിയ വിദ്യാർത്ഥികൾ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ചില പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. നിരാശപ്പെടേണ്ടതില്ല, നമ്മൾക്കത് ഉയർന്ന സ്കോറിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷനുണ്ട്, അതിന് തയ്യാറെടുപ്പുകൾ തുടങ്ങണം. ഓൺലൈൻ ക്ലാസ് റൂമിൽ തന്നെ ഇന്ന് തന്നെ അതിനുള്ളൊരു തുടക്കം കുറിക്കുകയാണ്. നിങ്ങൾ എഴുതിയ +1 ക്വസ്റ്റ്യൻ പേപ്പർ, മാർച്ച് എക്സാമിനേഷനിൽ നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ കീ വെച്ചുകൊണ്ട് അതൊന്ന് അനാലിസിസ് നടത്തിക്കൊണ്ട് ഇന്നത്തോടു കൂടി തന്നെ നമ്മുടെ +1 എക്കണോമിക്സ് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നിങ്ങൾ റീവാലുവേഷന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റീവാലുവേഷൻ്റെ ഡേറ്റ് 3-ാം തീയതി, ഓഗസ്റ്റ് 3-ാം തീയതി വരെ ആയിരുന്നു. അതൊന്ന് നീട്ടിയിട്ടുണ്ട്. 5-ാം തീയതി വരെ ടൈമുണ്ട്, ഓഗസ്റ്റ് 5-ാം തീയതി വരെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ് 1-2 ദിവസങ്ങൾ കൂടിയാണ് മുന്നിലുള്ളത്. 5-ാം തീയതിക്കുള്ളിലായിട്ട് റീവാലുവേഷൻ കൊടുക്കണം. അപ്പോൾ റീവാലുവേഷന് കൊടുക്കുന്നവർക്ക് ഇതിലെ ആൻസർ കീകളൊക്കെ നോക്കി നിങ്ങൾക്കൊന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് അത്രയും മാർക്ക് കിട്ടും എന്നുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ റീവാലുവേഷൻ ഫോം ഫില്ല് ചെയ്ത് പേപ്പറിന് 500 രൂപ നിങ്ങൾ എഴുതിയ എക്സാം എഴുതിയ സെൻറ്ററിൽ പ്രിൻസിപ്പാളെ ഏൽപ്പിക്കുക. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഡേറ്റുകൾ ഇതുവരെ വന്നിട്ടില്ല, നേരത്തെ പറഞ്ഞതുപോലെ. ഇനി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠനം നടത്തുന്നവർ ഓരോ ദിവസം കുറഞ്ഞ സമയം അതിനു വേണ്ടി കണ്ടെത്തുക. സെക്കൻഡ് ഇയറിൻ്റെ എക്കണോമിക്സ് കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിക്കുന്നതോടൊപ്പം ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നടത്തുക. അതിനുള്ള തുടക്കമായിട്ട് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണാം. നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. FY 35 ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2020. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഇനി കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല. ഇത് നിങ്ങൾ എഴുതിയ പേപ്പറാണ്. ഇതിലെ ആദ്യത്തെ 1 മുതൽ 12 വരെയുള്ളതിന് 1 സ്കോറാണ്.
ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം 1 മുതൽ 12 വരെ ഉള്ളതിന് സ്കോറ് 1 മാർക്കാണ്. അതിൽ 10 എഴുതേണ്ടത്, 12 തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റാവുന്ന 10 തിരഞ്ഞെടുത്ത് എഴുതാവുന്നോ. ഇനി അവിടെ നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസറിങ് നടത്തിയിട്ടുള്ളത്. ഒന്നാമത്തതിൻ്റെ ആൻസർ ഫസ്റ്റ് സ്റ്റേജ് എന്നാണ്. രണ്ടാമത്തതിൻ്റെ ആൻസർ പോപ്പുലേഷൻ. മൂന്നാമത്തതിൻ്റെ ആൻസർ അബോളിഷ്ഡ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. നാലാമത്തത് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചതുകൊണ്ട് തന്നെ 4-ൽ ഏത് ആൻസർ ചെയ്ത് കഴിഞ്ഞാലും സ്കോർ കൊടുത്തിരുന്നു. 5 ഓർഗാനിക് ഫാമിംഗ്. 6 ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. 7 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 8 തെർമൽ സോഴ്സ്. 9 സ്കൂൾസ്. 10 ചൈന. 11 സ്കാറ്റർ ഡയഗ്രം. 12 ലാസ്പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സ്. ഇങ്ങനെ ഈ 12 ക്വസ്റ്റ്യനുകളിൽ 10 കറക്റ്റ് ചെയ്തിട്ടുള്ള 10 10 സ്കോർ ലഭിക്കുക. ഇനി 13 മുതൽ 18 വരെയുള്ളതിന് 2 സ്കോറാണ് കിട്ടുന്നത്. 13ാമത്തതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ഹൈ ടാക്സേഷൻ, ലാക്ക് ഓഫ് ഇറിഗേഷൻ, ലാക്ക് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ലോ ഫെർട്ടിലിറ്റി, ലാക്ക് ഓഫ് ടെക്നോളജി എറ്റ്സെട്ര. ഇതിലേതെങ്കിലും 2 പോയിൻ്റുകൾ എഴുതിയാൽ മതി. റെലവൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞതിൽ ഏതെങ്കിലും 2 റെലവൻറ്റ് പോയിൻ്റുകൾക്കാണ് ആ മാർക്ക്. 14 ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി, ലൈഫ് എക്സ്പെക്റ്റൻസി, മെറ്റേണൽ മോർട്ടാലിറ്റി, ഇൻസിഡൻസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഓർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് ഓർ അതർ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ഇങ്ങനെ ഇതിൽ 1/2 മാർക്കാണ്. 4 കൊടുക്കാം, 2 മാർക്ക് ലഭിക്കും. 15 ഗെറ്റ്സ് പ്രിലിമിനറി ഐഡിയ അബൌട്ട് ദ ആക്ച്വൽ സർവേ, ഷോർട്ട് കമ്മിങ്സ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, suitability of questions, cost and time for the actual survey, can evaluate the performance of the enumerators, etc. Any 2 point. ഇതിൽ 2 എഴുതിയാൽ മതി. പ്രിലിമിനറി ഐഡിയ അബൌട്ട് ആക്ച്വൽ സർവേ എന്നോ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഡ്രോബാക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെ പറയുന്ന 15ാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ. പൈലറ്റ് സർവേയെ കുറിച്ചിട്ട് അതിൻ്റെ ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻസ് ഓഫ് പൈലറ്റ് സർവേ ആണല്ലോ. അപ്പോൾ ആ പറയുന്ന 15ൽ ഏതെങ്കിലും 2 എഴുതിയ 2 മാർക്ക്. 16ൻ്റെത് റേഞ്ച്, അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും കാണാനായിരുന്നു. റേഞ്ച് കിട്ടുന്നത് 50. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് 0.55. ഇനി 17ൻ്റെ ആൻസർ സ്റ്റാർട്ടഡ് ടുവേർഡ്സ് ഡെവലപ്മെൻറ്റൽ പാത്ത് അറ്റ് ദ സെയിം ടൈം, 5-year plans started at the same time, have similar growth rate and per capita income till 1980s, new economic policy started almost the same year. Any 2 point. അപ്പോൾ 17നെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെൻറ്റൽ സ്ട്രാറ്റജീസ് ഓഫ് ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് ചൈന കമ്പാരിസം ആയിരുന്നു. സ്റ്റാർട്ടഡ് ടുവേർഡ്സ് ഡെവലപ്മെൻറ്റൽ പാത്ത് അറ്റ് ദ സെയിം ടൈം, 5-year plans started at the same time, have similar growth rate and per capita income till 1980s, new economic policy started almost the same year. ഇതിലേതെങ്കിലും 2 പോയിൻ്റുകളാണ് കൊടുക്കേണ്ടത്. 18 കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ, ഇൻ്റർപ്രിട്ടേഷൻ, കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രഫി. ഇതാണ് അതിൻ്റെ ഓർഡർ. ഇനി 19 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്കാണ്. അതിലെഴുതേണ്ടത് 6 ക്വസ്റ്റ്യനാണ്. 19ാമത്തത് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഗ്രെയിൻസ്, മാർക്കറ്റഡ് സർപ്ലസ്, എക്സ്പോർട്ട് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ബഫർ സ്റ്റോക്ക് ഇൻക്രീസ്, റെഡ്യൂസ് ഡിപ്പെൻഡൻസി ഓൺ ഇമ്പോർട്ട് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഇനി ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് increased the disparity between rich and the poor farmers, the burden of subsidy, attack of pest on high yield variety seeds, increased use of fertilizers, etc. ഇതാണ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവറും ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റുമായിട്ട് കൊടുക്കാവുന്നത്.
ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്ക്. അതിൽ ആൻസറായിട്ട് വരേണ്ടത് വിത്തൗട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഇക്കണോമിക്സ് കനോട്ട് ഫങ്ഷൻ. ഇറ്റ് അനലൈസ് നാഷണൽ ഇൻകം, പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, പ്രൈസ് ചേഞ്ച്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് are studied with the help of statistics. Many statistical tools like mean, median, mode, standard deviation, etc. used in economics for analysis. Statistical analysis and results helps economists in policy making. ഇതിൽ ഏതെങ്കിലും 3 പോയിന്റുകൾ കൊടുത്താൽ മതി. അതൊരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത്. ഇനി 21ാമത്തത് ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ, ഡീലൈസൻസിങ്, ഡീറിസർവേഷൻ. എനി 3 പോയിൻറ്റ്സ് വിത്ത് എക്സ്പ്ലനേഷൻ. അങ്ങനെയാണ് അതിൻ്റെ 3 മാർക്ക് വരുന്നത്. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും പോയിന്റുകൾ കൊടുത്താൽ മതി. 22 ലോ കോസ്റ്റ്, ലോ ടൈം, നീഡ് ലെസ് നമ്പർ ഓഫ് എന്യൂമറേറ്റേഴ്സ്, ബെറ്റർ റിസൾട്ട്സ്. ഏതെങ്കിലും 3 പോയിന്റുകൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയും വേണം. 22ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സാമ്പിൾ സർവേ ഈസ് പ്രിഫേർഡ് ടു സെൻസസ് സർവേ. അപ്പോൾ അതിനുമായി കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് പറഞ്ഞത്. 23ാമത്തതിൻ്റെ ആൻസറിങ് നടത്തിയിരിക്കുന്നത് റിസോഴ്സസ് ഫോർ വേരിയസ് പ്രോഗ്രാംസ് ആർ ഇൻസഫിഷ്യൻറ്റ്, കറപ്ഷൻ, നോട്ട് അഡ്രസ്ഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മെജോറിറ്റി ഓഫ് ദ പുവർ, സം പ്രോഗ്രാംസ് ആർ നോട്ട് പ്രൊട്ടക്റ്റീവ്, എറ്റ്സെട്ര. അതോടൊപ്പം എനി 3 പോയിൻറ്റ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ഓർ അല്ലെങ്കിൽ എനി 3 പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് വിത്ത് എക്സ്പ്ലനേഷൻ. അങ്ങനെ എഴുതിയാലും 3 മാർക്ക് കിട്ടും. എനി 3 പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം. 24 സെൽഫ് എംപ്ലോയിഡിൽ ലോയർ, ഗോൾഡ് സ്മിത്ത്, എറ്റ്സെട്ര. റെഗുലർ സാലറീഡ് വർക്കേഴ്സിൽ ടീച്ചേഴ്സ്, ഗവൺമെൻറ് എംപ്ലോയീസ്, ഡോക്ടേഴ്സ്, അങ്ങനെയുള്ളതൊക്കെ വരും. കാഷ്വൽ ലേബേഴ്സിൽ ഫാർമേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അങ്ങനെ പറയുന്നതൊക്കെയാണ് അതിൽ ഉദാഹരണമായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. 25 360 ഡിഗ്രി കറക്റ്റ് അതിൻ്റെ പാർട്ടീഷൻ നടത്തിയിട്ട് പൈഡയഗ്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മാർക്ക് കിട്ടും. അതല്ല അതിൻ്റെ ഫോർമാറ്റ് മാത്രം ചെയ്ത് വെക്കുകയാണെങ്കിൽ 1 മാർക്കാണ്. സ്കോർ 1 കൊടുക്കുന്നത്. ഇനി 26 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ്, അതിന് 4 സ്കോറ്. അതിൽ 4 ആൻസർ ചെയ്യേണ്ടത്. 26ാമത്തത് നോക്കുക. 26ൻ്റെ ആൻസറായിട്ട് വരുന്ന എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ ആൻഡ് ഇൻഫോർമേഷൻ. എനി 4 പോയിൻറ്റ്സ് വിത്ത് എക്സ്പ്ലനേഷൻ. പോയിൻറ്റ്സ് ഓൺലി ഗീവ് 2 മാർക്സ്. അപ്പോൾ ഈ പോയിന്റുകൾ മാത്രം എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ ആൻഡ് ഇൻഫോർമേഷൻ ഇത് മാത്രം എഴുതുകയാണെങ്കിൽ കിട്ടുന്നത് 2 മാർക്കാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും കൂടി ചെയ്താൽ 4 മാർക്കായി. ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. 27 ഹെൽപ്സ് ഇൻ കമ്പാരിസൺ, ഐഡൻറ്റിഫൈങ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഡാറ്റ, മേക്സ് ഡിസിഷൻ മേക്കിംഗ് ഈസിയർ, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ ഡാറ്റ. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. 27 എ എന്ന് പറയുന്നതിന് ഉള്ള ആൻസർ അതാണ്. ക്ലാസിഫൈഡ് ഡാറ്റ ഈസ് ബെറ്റർ ദാൻ റോ ഡാറ്റ, സബ്സ്റ്റാൻഷിയേറ്റ്. അതാണ് എ. അതിൻ്റെ ആൻസറാണ് പറഞ്ഞത്. ഇനി ബി ആണെങ്കിൽ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ 2 സ്കോറും 4 സ്കോറായി. 28ൻ്റെ ആൻസറായിട്ട് വരേണ്ടത് ഗവ് ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം ലോൺസ്, നാഷണലൈസേഷൻ ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, നബാർഡ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സപ്പോർട്ട് പ്രൈസ്. ഇതിലേതെങ്കിലും 4 എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ 4 മാർക്ക്. ഇനി 29 ആൻസർ വരുന്നത് 0.7 അതിൻ്റെ ഫോർമുല കാൽക്കുലേഷൻ പ്രോസസ്സ്. ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിൽ തന്നെ ചെയ്ത ഒരു വർക്ക് കൂടിയാണ്. അവിടെ പരിശോധിക്കാം. 30 ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഇൻഡെക്സ് നമ്പർ ഫോർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇൻഡെക്സ് നമ്പർ ഫോർ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, സെൻസെക്സ്, നിഫ്റ്റി, അങ്ങനെ പറയുന്ന ഓരോന്നിനും 1/2 മാർക്ക് വീതം വെച്ച് അങ്ങനെ 4 മാർക്ക് കിട്ടും. 31ാമത്തത് ഫോർ പ്രിപ്പയറിംഗ് നോട്ട്സ് ഓൺ ഔട്ട്സോഴ്സിങ്. ആ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യനിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോർ പ്രിപ്പയറിംഗ് നോട്ട്സ് ഓൺ ഔട്ട്സോഴ്സിങ്, ഇൻകോപ്പറേറ്റിംഗ് ദ മീനിങ് ഓഫ് ഔട്ട്സോഴ്സിങ്, മെത്തേഡ്സ് ഓഫ് ഔട്ട്സോഴ്സിങ്, കൈൻഡ്സ് ഓഫ് സർവീസ് വിച്ച് ആർ ഔട്ട്സോഴ്സിങ്.
Sourcing from outside, use of computers of firms, it enables service. Accounting, editing, music, record keeping, more responsibility, low cost time, saving, etc. ഇപ്പോൾ ഇവിടെ ഔട്ട്സോഴ്സിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനും ഐഡൻറ്റിഫൈ എനി 2 റീസൺസ് വിച്ച് മെയ്ഡ് ഇന്ത്യ എ ഗുഡ് ഡെസ്റ്റിനേഷൻ ഫോർ ഗ്ലോബൽ ഔട്ട്സോഴ്സിങ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതിൽ ബിയുടെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് കൊടുക്കാവുന്നത് ഇന്ത്യ എന്തുകൊണ്ട് ഒരു ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു ഹബ്ബായി മാറുന്നു എന്ന് പറയുന്നിടത്ത് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഡെവലപ്മെൻറ്റ് ഓഫ് IT സർവീസസ് ഓർ എനി റെലവൻറ്റ് പോയിൻറ്റ്സ്. ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള പ്രൊഫിഷ്യൻസിയും അതുപോലെ IT രംഗത്തുണ്ടായിരുന്ന ഡെവലപ്മെൻറ്റും ഒക്കെയാണ് ഇന്ത്യ ഒരു ഔട്ട്സോഴ്സിങ് ഹബ്ബായി മാറുന്നതിലേക്ക് സഹായകരമാക്കിയത്. അപ്പോൾ അത് 31 മുതൽ 33 വരെയുള്ള ക്വസ്റ്റ്യൻ 5 മാർക്കാണ്. അത് 2 എണ്ണമാണ് അത് എഴുതേണ്ടത്. അതിൽ 31 നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി 32 ക്വസ്റ്റ്യൻ പോവർട്ടി ഡിഫൈൻ ചെയ്യാനും അതുപോലെ എക്സ്പ്ലെയിൻ വേരിയസ് കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ അതായിരുന്നു. പോവർട്ടിയെ ഡിഫൈൻ ചെയ്യുന്നതിന് 1 മാർക്കാണ്. അതായത് ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി ബി ക്വസ്റ്റ്യനിൽ വരുന്നത് ബാക്ക്വേർഡ്നെസ് ഓഫ് അഗ്രികൾച്ചർ, ലോ ഇൻകം ഓഫ് ഫാമേഴ്സ്, ഇനാഡിക്വേറ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ലാക്ക് ഓഫ് അസറ്റ്, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഡെപ്റ്റഡ്നെസ്, ലോ പെർഫോമൻസ് ഓഫ് ഇൻഡസ്ട്രി, എക്സ്പ്ലോയിറ്റേറ്റീവ് റൂൾ ബൈ ദ ബ്രിട്ടീഷ് എറ്റ്സെട്ര. എനി 4 പോയിൻറ്റ്സ് വിത്ത് എക്സ്പ്ലനേഷൻ. ഇത് ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളാണ്. അതിലേതെങ്കിലും 4 എണ്ണം അതിന് എക്സ്പ്ലനേഷനും കൂടി കൊടുക്കുക എന്നുള്ളതാണ്. 33 ഡ്രോ ഒജീവ്സ് ആൻഡ് ലൊക്കേറ്റ് മീഡിയൻ ആണ്. അവിടെ കൺസ്ട്രക്റ്റിംഗ് ലെസ് ദാൻ ആൻഡ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അതിന് 2 മാർക്ക് വരും. ഫോർ ഡ്രോയിങ് ലെസ് ദാൻ ആൻഡ് മോർ ദാൻ ഒജീവ്സിന് 2 മാർക്ക് വീതം വരും. ലൊക്കേറ്റിംഗ് മീഡിയന് 1 മാർക്ക്. അങ്ങനെ 5 മാർക്കാണ് അതിൽ വരുന്നത്. 34 മുതൽ 36 വരെ 8 മാർക്കാണ്. അതിൽ 2 എണ്ണമാണ് എഴുതേണ്ടത്. അപ്പോൾ 34 പറയുന്നത് ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 34 ആൻസർ വരിക എനി റെലവൻറ്റ് ഡെഫിനിഷൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാൻ സാധിക്കാവുന്നതാണ്. നിലവിലുള്ള ഒരു സമൂഹത്തിന് ആവശ്യമുള്ളതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇനി വരുന്നൊരു തലമുറക്ക് കൂടി വിഭവങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് വളർത്തിയെടുക്കുന്ന അത്തരത്തിലുള്ള വികസന പ്രവർത്തനത്തെ സുസ്ഥിര വികസനമെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ഏത് തരത്തിലുള്ള ഡെഫിനിഷൻ കൊടുത്താലും 1 മാർക്ക് അതിന് വരും. പിന്നീട് 7 സ്കോർ വരുന്നത് എന്താണ്? സ്ട്രാറ്റജീസാണ്. യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി, യൂസ് ഓഫ് LPG, ബയോഗ്യാസ്, CNG യൂസ് ഇൻ അർബൻ ഏരിയാസ്, വിൻഡ് എനർജി, സോളാർ എനർജി, ടൈഡൽ പവർ, യൂസ് ഓഫ് ഫോട്ടോ വോൾട്ടാനിക് സെൽ, മിനി ഹൈഡൽ പവർ പ്ലാന്റ്സ്, എക്കോ ഫ്രണ്ട്ലി പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ്, യൂസ് ഓഫ് ട്രഡീഷണൽ നോളജ്, ബയോ പെസ്റ്റ് കൺട്രോൾ, മിക്സഡ് ക്രോപ്പിംഗ്, റെഡ്യൂസിങ് ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഇങ്ങനെ പറയുന്നതിൽ ഏത് വേണമെങ്കിലും ഒരു 7 കാര്യങ്ങൾ അതിൽ സ്ട്രാറ്റജി ആയിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ ടോട്ടൽ 8 മാർക്ക് കിട്ടും. ഇനി 35 മീൻ മീഡിയൻ മോഡ് കാണാനാണ്. കണ്ടിന്യൂസ് സീരീസിലാണ്. മീൻ കിട്ടാവുന്നത് 32.6, മീഡിയൻ കിട്ടുന്നത് 32.85, മോഡ് 34. അപ്പോൾ മീൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3, മീഡിയന് 3, മോഡിന് 2, അങ്ങനെ ടോട്ടൽ 8. അവിടെ കൃത്യമായി വരച്ച് ഇക്വേഷൻസൊക്കെ കൊടുത്ത് സ്റ്റെപ്പുകളൊക്കെ പൂർത്തിയാക്കി ചെയ്യുമ്പോഴാണ് ഫുൾ സ്കോറിലേക്ക് വരിക. ഇവിടെ മീൻ മീഡിയൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വർക്കുകൾ. അവിടെ പരിശോധിക്കാം. 36 കാൽക്കുലേറ്റ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഐഡൻറ്റിഫൈങ് എ മെറിറ്റ് ആൻഡ് ഡിഫക്ട്സ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇവിടെ Q1 അതിൻ്റെ ഫോർമുല ഇതൊരു കണ്ടിന്യൂസ് സീരീസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ Q1 കിട്ടുന്നത് 20 ആണ്. Q3 ലഭിക്കുന്നത് 38.33 ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടുന്നത് 9.16, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടുന്നത് 0.31 or 31%. ഇവിടെ Q1 കാൽക്കുലേറ്റ് ചെയ്യാനറിയാം.
n/4 അല്ലേ ഇവിടെ തരംതിരിക്കുന്നു. ദെൻ L+n/4 - EF/F ഇൻറ്റു H എന്ന് പറയുന്നതിലൂടെ Q1 കാൽക്കുലേറ്റ് ചെയ്യും. ഇത് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിൽ തന്നെ വിശദമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അത് പരിശോധിക്കാം. ആൻസർ കിട്ടുന്നത് Q1 20, Q3 38.33, ക്വാർട്ടൈൽ ഡീവിയേഷൻ 9.16, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ 0.31. ഇത്രയാണ് 36 ക്വസ്റ്റ്യൻസാണ് നമ്മൾ 2020 മാർച്ച് എക്സാമിൽ നമ്മൾ എഴുതിയത്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓരോ ക്വസ്റ്റ്യനെ നമ്മൾ വായിച്ചിട്ടില്ല, ക്വസ്റ്റ്യൻ നമ്പറുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കീകളാണ് കൃത്യമായിട്ട് നമ്മളിവിടെ പറഞ്ഞത്. ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യനുമായിട്ട് ഇനിയും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നമ്മൾ നൽകുന്നതാണ്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് വേണ്ടി എഴുതുന്ന എല്ലാവരും +1 ചെറിയ സമയം ഉപയോഗപ്പെടുത്തി അതിൻ്റെ ടച്ച് വിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഹയർ ഗ്രേഡിന് വേണ്ടി ഇമ്പ്രൂവ് ചെയ്യുന്നവർ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തുക. ഒരിക്കൽ കൂടി പറയട്ടെ, +2 എക്കണോമിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതിൻ്റെ പഠനം യാതൊരു കാരണവശാലും ബ്ലോക്ക് ചെയ്തു വെച്ചുകൊണ്ട് +1 ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി കൂടുതൽ സമയം ചിലവ് ചെയ്യരുത്. +1 ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഇന്നു മുതൽ തന്നെ നിങ്ങൾ കുറഞ്ഞ സമയങ്ങൾ അതിനു വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നിങ്ങൾക്ക് 1-2 ആവർത്തി നിങ്ങളുടെ റിവിഷൻ പൂർത്തിയാക്കി എക്സാം നല്ലതുപോലെ എഴുതി ഫുൾ സ്കോറും വാങ്ങാൻ സാധിക്കും. എല്ലാവരും ഇന്നു മുതൽ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിൽ എല്ലാ ചാപ്റ്ററുകളും +1ൻ്റെ എല്ലാ ചാപ്റ്ററുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് പരിശോധിച്ച് നിങ്ങളുടെ ടെക്സ്റ്റും നോട്ടും എല്ലാം വെച്ചുകൊണ്ട് റിവിഷൻ തുടങ്ങുക. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി അതിൻ്റെ ഡേറ്റ് വരാൻ വേണ്ടി കാത്തിരിക്കരുത്. ചെറിയ കുറച്ച് സമയങ്ങൾ, ഓരോ ദിവസത്തിലും കുറഞ്ഞ സമയങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാൻ നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുക. ഓക്കെ, ബൈ.